ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ. തുടങ്ങുമ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ദേവയാനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുകയാണ്, എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും ആദർശനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ലേ, അവനോട് നയനെ വിളിച്ചോട്ട് വരാൻ പറ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട ദേവയാനി, നീ കാലും കൈയൊന്നും പിടിക്കുമൊന്നും വേണ്ട. പിന്നെ നിന്റെ മകൻ്റെ മനസ്സ് മാറ്റാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അറിയാലോ, നിന്റെ മകൻ ഒരു തീരുമാനം എടുത്തത് തന്നെയാണ്. അവൻ ഇനിയിപ്പോൾ എന്തായി തീരും എന്നൊന്നും എനിക്കൊന്നും അറിയില്ല. ഏതായാലും ഇത് നീ നേരത്തെ പറയേണ്ടതായിരുന്നു. ഇത് നീ എന്തിനാ മറച്ചു വെച്ചത്? ഇത് പറയുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. നയനമോളെന്ന് പറഞ്ഞാലേ നിന്നെക്കാരാന്ന് അറിയില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കൊക്കെ അറിയാം. നയനമോള് ഈ വീട്ടിൻ്റെ മഹാലക്ഷ്മിയാണ്. അവൾ ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ദേവയാനി ചിലപ്പോൾ നീ ഇപ്പോൾ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ നടന്നത്. വേണ്ട, ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, എനിക്കും കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ മരുമകളില്ലാത്ത വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ആദർശ് വിളിച്ചോണ്ട് വന്നില്ലെങ്കിലേ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരും. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അങ്ങനെ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ ഈ ആദർശെ സ്വീകരിക്കുന്ന നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുന്ന അവന് ഇനിയിപ്പം നയനെ സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജയേട്ടാ പറ, നീ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം വരുത്തി വെച്ചത് നീ തന്നെയാണ്. നീ നാണക്കേട് കാരണം ആരോടും പറഞ്ഞില്ല. അങ്ങനെ നിന്റെ മരുമകൾ നിനക്ക് നഷ്ടമായി. അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. എന്തായാലും അവൻ പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മരുമകളെ കൂട്ടാനായിട്ട് ഞാൻ പോകും. എന്നിട്ട് ഞാൻ അവളെയും വിളിച്ച് എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും. അവന് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ട് വേണം എനിക്ക് അവളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വാശി പിടിക്കാനും തുടങ്ങി കേട്ടോ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, ഓ ചങ്കിലാണ് കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ദേവയാനിക്ക് മരുമകളോടുള്ള സ്നേഹം. അല്ല, ആദർശിന് ഇതെന്താ പറ്റിയത്? അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ വസുന്ധര ചോദിച്ചപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അവൻ ഇപ്പോഴും ഇങ്ങനെ നടക്കേണ്ടതല്ലല്ലോ. സത്യങ്ങൾ അറിഞ്ഞിട്ടും അവൻ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമായിരിക്കാം. പക്ഷെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നു കഴിഞ്ഞാലേ ഈ കുടുംബത്തിന് തന്നെയാണ് ദോഷം. ആ മരുമകൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അനന്തപുരി തറവാടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം ഇത് വെറും ഒരു കളിപ്പാവകളൊക്കെ ഉണ്ടാക്കുന്ന വീടില്ലേ, കളിക്കാൻ കുട്ടികൾ ഉണ്ടാക്കുന്ന വീട്, ആ വീടിന് തുല്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജയൻ പറഞ്ഞു, ആദർശ ഏതായാലും നയനമോളെ കൂട്ടിക്കൊണ്ട് വരാതെ ഒന്നും ഇരിക്കത്തില്ല. പിന്നെ ചിലപ്പോൾ പേടിപ്പിക്കാനായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പം അജയൻ പറഞ്ഞു, അങ്ങനെയും പറയാൻ പറ്റില്ല ജയേട്ടാ. കാരണം ആദർശിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷം ആരെങ്കിലും കുത്തിവെച്ചിട്ടോ എന്നറിയില്ലല്ലോ. ഈ പറയുന്ന എൻ്റെ ഭാര്യ അടക്കം വിശ്വസിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഇനിയിപ്പോൾ ആദർശ് പറയാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദാവനത്തിലേക്ക് ആദർശ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വരുന്നത് കണ്ടതും കനകയും ഗോവിന്ദനും ഞെട്ടിപ്പോയി. കനക, മോളെ നയനെ ആദർശ് വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. പേടിച്ച് കുറച്ചാ പറയുന്നത്. ആദർശിൻ്റെ വരവ് അതാണേ. ആദർശിന് കയറി വന്നിട്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല ഞാൻ വന്നത്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ ആദർശ് മോനെ, നിനക്ക് എന്താ പറ്റിയത്? നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാതിരുന്നാൽ ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത്? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നേ അത് പോകെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. സത്യം പറയാൻ മനസ്സില്ലാതെ എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ച ഭാര്യനെ എനിക്ക് സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നെ ആദർശ് മോനെ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഞാൻ മോളോട് പലതവണ പറഞ്ഞതാണ്. പിന്നെ മോള് അത് പറയാൻ കൂട്ടാക്കിയതുമാണ്. പക്ഷെ അത് മോൻ കേട്ടില്ല. ആ സമയത്ത് മോന് നയനമോളോട് വിരോധമായിരുന്നു. അങ്ങനെയാ മോൾ ഇങ്ങോട്ടേക്ക് വന്നത്. സഹിക്കാൻ പറ്റാതെയാ മോൾ ഇങ്ങോട്ടേക്ക് വന്നത്. മോൻ മുഖം കൊടുക്കാതെ നടന്നപ്പം അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ഇവക്ക് എന്താ സഹിക്കാൻ പറ്റാത്തത്? ഇവക്ക് ബാക്കിയെല്ലാം സഹിക്കാൻ പറ്റുമല്ലോ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പേഴ്സണലായിട്ട്. കുറച്ച് സമയം തരുമോ? അത് പിന്നെ എന്താ ആദർശേട്ട അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സമയം തരുമെന്നോ? ആദർശേട്ടൻ വാ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറി പോകുമ്പം കനക വെളിയിൽ നിന്ന് പറയുക, എൻ്റെ ഗോവിന്ദേട്ട, ഇതെന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ഒരു മരുമകനും ഒരു മോളും ഒന്നിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരും അടിച്ചു പിരിയാണോ? ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കാകെ പേടിയാവുക, മുട്ടു വിറയ്ക്കുക. ഇനിയിപ്പോൾ എന്താ ആദർശേട്ട ചെയ്യുക? അല്ല, ആദർശേട്ട നല്ല ഗോവിന്ദേട്ട ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും കനക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന നയനെ ആദർശിനെയാണ്. അങ്ങനെ ആദർശ് നയനയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, മരുമകളും
അമ്മായിയമ്മയും ഒന്നിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാണെന്നറിയാമോ? ഈ ഞാൻ. അത് നിനക്കറിയായിരിക്കുമല്ലോ. അതെനിക്കറിയാം ആദർശേട്ടാ. ഇപ്പം അതൊക്കെ പോട്ടെ. അല്ല, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണ് പ്രശ്നം? ആരെങ്കിലും ആദർശേട്ടൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിഷം കുത്തി നിറച്ചു വെച്ചാലേ ഈ ആദർശൻ്റെ മനസ്സ് വിഷം കൊണ്ട് നിറയത്തൊന്നുമില്ല. നയനെ, നീ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു. അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദർശേട്ടൻ എന്നോട് മിണ്ടാതെയും പറയാതെയൊക്കെ ഇരുന്നത് ഈ കാരണം കൊണ്ടാണോ? പിന്നല്ലാതെ നിനക്ക് എന്നോടൊരു വാക്കു പറയാമായിരുന്നു. നിന്റെ കൂടെ കഴിയുന്നവനല്ലേ ഞാൻ. ഒരു ദിവസം പോലും നമ്മൾ ഒരുമിച്ചിരിക്കാത്ത ഇതില്ലല്ലോ. അപ്പം നിനക്ക് ഒരു ദിവസമെങ്കിലും എന്നോട് പറയത്തില്ലായിരുന്നോ? രഹസ്യമായിട്ട് ആരോടും പറയരുത് എന്ന് പറഞ്ഞ്, അമ്മ അറിയണ്ട എന്ന് പറഞ്ഞ് ആ ഒരിത് നീ കാണിച്ചോ? ഇല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് നിന്നോട് സംസാരിക്കാറുണ്ട്. ഓഫീസിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവം പോലും നമ്മൾ പരസ്പരം പങ്കുവെക്കാറുമുണ്ട്. എന്നിട്ട് ഇതൊന്നും നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. നീ ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? അപ്പം നീ എനിക്ക് എന്ത് വിലയാണ് തന്നിരിക്കുന്നത്? അപ്പം പിന്നെ ഞാനും വിചാരിച്ചു കുറച്ച് വട്ടം ചുറ്റിക്കാന്ന്. അങ്ങനെ തന്നെയാണ് നിന്നെ ഞാൻ വട്ടം ചുറ്റിച്ചത്. അപ്പോൾ ആദർശേട്ടൻ നേരത്തെ ഇതെല്ലാം അറിഞ്ഞിരുന്നോ? ഞാൻ നേരത്തെ ഇതെല്ലാം അറിഞ്ഞിരുന്നു. അതെ, എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. വിഷുവിനിവിടെ എൻ്റെ അമ്മ വരികയും ചെയ്തു. അതുപോലെ നന്ദുവിനെ കൊണ്ടാക്കാൻ വന്നു. ഇതൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്താ വിചാരിച്ചത്? ചുറ്റും നടക്കുന്നത് ആരും അറിയാതെ കണ്ണ് കെട്ടി ഒരുപാട് നാൾ കൊണ്ട് നടക്കാമെന്നോ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാ. അത് പിന്നെ ആദർശേട്ടാ, ഇത് പറയരുതെന്ന് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദർശേട്ടനോട് പറയാതിരുന്നത്. ഇനി ന്യായീകരിക്കുമൊന്നും വേണ്ട നയന. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഏതായാലും ഇപ്പം മരുമകളില്ലാതെ ഏറെക്കുറെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ അമ്മ. അറിയാലോ, എനിക്കറിയാം. ആദർശേട്ടാ, എന്നെ ഇവിടെ ആക്കിയിട്ട് പോകരുത്. ഞാൻ അങ്ങോട്ടേക്ക് വരിക, പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. ആദർശേട്ടാ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകരുത്, പ്ലീസ്. നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാനോ എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നയന? ഒരിക്കലുമില്ല. നിന്നെ ഒന്ന് വേദനിപ്പിക്കണമെന്ന് കരുതി. കാരണം സത്യങ്ങളൊക്കെ നീ മറച്ചു വെച്ചല്ലോ, അതുകൊണ്ട്. അല്ലാതെ എനിക്ക് നിന്നോട് വിരോധമോ ദേഷ്യമൊന്നുമില്ല. നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീയാ എൻ്റെ ജീവിതത്തിലെ എല്ലാം എൻ്റെ അമ്മയ്ക്ക് പുതുജീവൻ പകർന്നു തന്നെ നിന്നെ ഞാൻ ഒഴിവാക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒന്ന് പേടിപ്പിക്കണമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് എന്നെ ഒന്ന് പേടിപ്പിച്ചപ്പം ഞാനും അങ്ങോട്ടേക്ക് പേടിപ്പിക്കണ്ടേ? കള്ളങ്ങൾ പറയുമ്പം ഞാനും ഒരു കള്ളത്തരം കാണിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ആദർശം ആരാകും? അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു, ഇപ്പോഴാണ് ആദർശേട്ടാ ഒരു ആശ്വാസമായത്. ഇത്രയും നേരം ചങ്കിനകത്ത് എന്തോ ഇങ്ങനെ തടഞ്ഞിരിക്കുന്നൊരു ഫീലായിരുന്നു. കണ്ണുനീരൊന്നും വരുന്നില്ലായിരുന്നു. അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെട്ടു. നവ്യേച്ചിയും അഭിയും കൂടെ ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചതാണ്. അതിൻ്റെ പിന്നാലെ എൻ്റെ ഈ വരവ് അവരെ ഒരുപാട് തകർത്ത് കളഞ്ഞു. അവരും അനുഭവിക്കണം. കാരണം അവരും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ. അപ്പം പിന്നെ അവരും അനുഭവിക്കണമല്ലോ. നീ ഏതായാലും ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ കനകയുടെയും ഗോവിന്ദൻ്റെയും മുമ്പിലേക്ക്. അവരപ്പോഴും പേടിച്ച് പ്രാർത്ഥിച്ചൊക്കെ ആട്ടോ ഇരിക്കുന്നത്. ഒരാപത്തും വരുത്തരുത്, എങ്ങനെയെങ്കിലും മരുമകനും മോളും ഒന്നിക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഇവർ രണ്ടും കൈ പിടിച്ച് വരുന്നത് കണ്ടതും പെട്ടെന്ന് നമ്മുടെ കനക ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, എന്തു പറ്റി ഞെട്ടുന്നത്? നിങ്ങൾ ഞെട്ടും, എനിക്ക് ഞെട്ടണ്ടല്ലോ അല്ലേ? സത്യങ്ങളെല്ലാം നിങ്ങളും കൂടെ അറിഞ്ഞില്ലായിരുന്നോ? സത്യം നിങ്ങൾക്കും അറിയായിരുന്നല്ലോ. എന്നിട്ട് എന്നോടാരും പറഞ്ഞില്ലല്ലോ. അപ്പം പറഞ്ഞു, മോനെ സത്യം ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ദേ മോനെ പോലെ തന്നെയായിരുന്നു. തള്ളയും മോളും കൂടെ സത്യം ഞങ്ങളോട് പറഞ്ഞില്ല. രണ്ടുപേരും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു സത്യങ്ങളെല്ലാം. അത് പിന്നെ ഞാനൊരു ദിവസം ഇവരുടെ പുറകെ നടന്ന് അങ്ങനെ കണ്ടുപിടിച്ചതാ. അല്ലാതെ ഒരിക്കലും ഇവരെന്നോട് തുറന്നു പറഞ്ഞിട്ടേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞപ്പം ഏതായാലും ഈ ഒരു സത്യം അറിഞ്ഞപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ. അതുകൊണ്ടേ ഞാൻ ചെറുതായിട്ട് വട്ട് കളിപ്പിച്ചത് തന്നെയാണ്. നയനയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്ന ഇവിടെ എല്ലാവർക്കും തോന്നുന്നുണ്ടോ? എനിക്ക് നയനയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവളാ എൻ്റെ ഭാര്യ. ഇനി എനിക്കൊരു വേറെ ഒരു ജീവിതമില്ല. ഇവക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഇവളെ എനിക്ക് പിരിയാനോ വിട്ട് കളയാനോ ഒന്നും പറ്റില്ല. ഇവളെ ഞാൻ എന്നും ചേർത്ത് പിടിക്കും. കൊണ്ടുപോവാ അങ്ങ് അനന്തപുരി തറവാട്ടിലേക്ക്. എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ മുത്തപ്പന്മാരെ, ഇപ്പോഴും എനിക്ക് ആശ്വാസമായത് മോനെ. ഞാൻ ഇത്രയും നേരം ദേ സങ്കടപ്പെട്ട് എനിക്കറിയില്ല. എൻ്റെ മോനെ ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയുമൊന്നും വേണ്ട. എല്ലാവരും കള്ളത്തരം മറച്ചു വെച്ച് എന്നെ പറ്റിക്കാൻ നോക്കിയപ്പം തിരിച്ച് ഞാനും കൂടി ഒരു പണി തന്നില്ലെങ്കിൽ ഈ ആദർശ് ആരും അല്ലാതായി പോകില്ലേ? അതും കൊണ്ടൊരു ചെറിയ പടി ഈ ആദർശ് തന്നതാണ്. ഏതായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഒരാളവിടെ കയറ് പൊട്ടിച്ച് നിൽക്കുക, മരുമകളെ കാണണം, മരുമകളെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടേ ദേ ഞാൻ ഇവളെയും കൊണ്ട് പോവാ. ആശ്വാസമായി. മോളെയും കൂട്ടി ഇനി പൊക്കോ. ദേ നവ്യയും അഭിയും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങോട്ട് പോയേക്കാം, ചുറ്റിക്കറങ്ങാനും പറ്റും. ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. നവ്യ മോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ. അഭിയുടെ ഈ മാറ്റത്തിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെയായിരുന്നു ഈ സങ്കടം. ഇപ്പം ഇതും കൂടെ മാറിയല്ലോ. ഇരട്ടിയുടെ സന്തോഷമായി ഇപ്പം ഞങ്ങൾക്ക്.
പിന്നെ മുത്തച്ഛനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും ദേ നീ ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിന്നെ കൊണ്ടുപോകുന്ന ഈ സമയത്ത് ഞാൻ പറയാ, ദേ ഇതുപോലെ ഇനി ആവർത്തിക്കരുത്. നടന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത്. മുത്തച്ഛനെ പോലെ തന്നെ കള്ളം പറയുന്നത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാ. അപ്പം നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, കേട്ടല്ലോ നയനെ മോൻ പറഞ്ഞത്. ഇനിയെങ്കിലും ഒന്നും മറച്ചു വെക്കരുത്. ഏതായാലും ഞാനിവളെ കൊണ്ടുപോവാ, ഇനി സമയം കളയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, ദേ മോൻ വിഷുവിന് ഇവിടെ വന്നില്ല, നന്ദൂട്ടൻ പോയപ്പോഴും വന്നില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം വരുന്നത്. ആ നിലയ്ക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അതിനൊന്നും സമയമില്ലമ്മേ. അവിടെയുള്ളവരുടെ ടെൻഷൻ കുറയ്ക്കണം. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും. അറിയാലോ മുത്തച്ഛനും മുത്തശ്ശിക്കും കുറച്ച് രോഗങ്ങളൊക്കെ ഉള്ളതാണെന്ന്. എങ്കിൽ പിന്നെ ഒരു കാര്യം പെട്ടെന്ന് ചെല്ല്, എങ്കിൽ പിന്നെ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും കെട്ടിപ്പിടിച്ച് കനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോവുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നയനയ്ക്ക്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശനെയും അതുപോലെ ജയനെയും അജയനെയും ഒക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, ഒരിക്കൽ കൂടി അവൻ നീതി നടപ്പാക്കുന്ന ആളാണെന്ന് തെളിയിച്ചു. ഈ രീതിയിൽ തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ പേരിലേ കുറച്ച് പേര് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയും മരുമകളും പിന്നെ പെങ്ങളും ഒക്കെ അറിയാലോ. അവരുടെ ആഘോഷം കുറച്ചും കൂടെ കൊഴുപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം വസന്തൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അനാമിക മോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പാടെ മാറി അവൾമാരുടെ കൂടെ കൂടി. ഇനി പഴയ സ്വഭാവമൊന്നും ഉടനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അമ്മേ. അതുപോലെയാണല്ലോ അനാമിക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മരുമോള് മനഃപൂർവ്വം ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി നവ്യയും നയനിയൊക്കെ ശ്രമിക്കുന്നതെന്നാണ് അനാമിക മോളുടെ ചിന്ത. ഇനിയിപ്പം അവരെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും അല്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. ദേവയാനി ശരിക്കും വരണ്ടിരിക്കുക, പേടിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമികയും ജാനകിയും ജലജയും കൂടി ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ജലജ പറഞ്ഞു, അച്ഛാ ഇനി ആദർശ നയനെ വിട്ട് കളയുമോ? അതിനാണോ ചാൻസ് കൂടുതൽ? ഒരു ഡിവോഴ്സിനെ കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല ജലജയെ, ഒന്നും പറയാൻ പറ്റില്ല. അവൻ അങ്ങനെ ചിന്തിക്കാനും അതിനപ്പുറം ചിന്തിക്കാനും ചാൻസ് ഉണ്ട്. അല്ല, അച്ഛൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ അവന് പറ്റുമോ? ഇവിടെ ഞാനായിട്ട് അവനെ ഉപദേശിക്കാനോ തടസ്സപ്പെടുത്താനോ പോകുന്നില്ലല്ലോ ജലജ. അവനവന് ഇഷ്ടമുള്ളതുപോലെ തീരുമാനം എടുക്കട്ടെ. ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കണമെങ്കിൽ ഇരിക്കാം. അപ്പോഴത്തേക്കും ജയ പറഞ്ഞു, അവൻ വക്കീലിനെ കാണാൻ പോയതാ. ആണോ ജയേട്ടാ? എന്തോ സംഭവം അവൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ബന്ധം പിരിയണമെന്ന് പറഞ്ഞു ഒരേ നിപ്പ് അവൻ നിൽക്കുന്നത്. അപ്പം ജലജ പറഞ്ഞു, ഒരു കാരണവശാലും അച്ഛനതിന് കൂട്ടി നിൽക്കരുതേ. അയ്യോ, അച്ഛൻ കൂട്ടി നിൽക്കാനേ പാടില്ല. അപ്പം വസന്തര ചോദിച്ചു, അതിനെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെ ഏറ്റവും കൂടുതൽ പിരിയണമെന്ന് ആഗ്രഹിക്കുന്നത് നീയല്ലേ? അല്ല, അങ്ങനെയൊക്കെ പറയണമെങ്കിലും നയനി ഇപ്പം നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ലല്ലോ, നമ്മുടെ ബിസിനസ്സിനെയും നന്നായിട്ട് മുന്നോട്ട് നയിക്കുന്ന കൂട്ടത്തിലല്ലേ. അങ്ങനെയുള്ളപ്പം അവൾ ഈ വീട്ട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കാ നഷ്ടം? അവളേക്കാൾ നഷ്ടം നമുക്കല്ലായിരിക്കുമോ? പ്രത്യേകിച്ച് ആദർശന്. ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആദർശ, അല്ലാതെ നമ്മളല്ലല്ലോ. നമ്മുടെ കമ്പനിയിലെ കപ്പിത്താനിപ്പം അവനാണല്ലോ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ അവന് പറ്റുന്നില്ല എങ്കിൽ നമ്മളൊന്നും അവനെ വിമർശിക്കാത്തതാ നല്ലത്. അച്ഛൻ അവനോട് ബന്ധം പിരിയരുതെന്ന് പറഞ്ഞാൽ അവനത് ഉറപ്പായിട്ട് കേൾക്കുമല്ലോ, അതെനിക്കറിയാമല്ലോ. പിന്നെ എന്താ അച്ഛന് പറഞ്ഞാൽ ഇത്ര കുഴപ്പമിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവർ തമ്മിൽ വേർപിരിയാൻ എന്ത് സാഹചര്യം ഇവിടെ ഉണ്ടായത്? അങ്ങനെ സാഹചര്യം വല്ലതും ഉണ്ടോ? അതൊക്കെ ഞങ്ങൾക്കറിയില്ല, അവർക്കേ അറിയത്തുള്ളൂ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നയനയും കൂട്ടി ആദർശ മുറ്റത്ത് അനന്തപുരി തറവാട്ടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ഓണടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡോറ് തുറന്ന് നമ്മുടെ ആദർശ ഇറങ്ങി. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞതേ ആദർശേട്ടൻ വന്നല്ലോ, വക്കീലിനെ കണ്ടിട്ട് വരുമായിരിക്കുന്നത് ജയനും പറഞ്ഞു. അപ്പം ജലജ പറഞ്ഞു, എങ്കിൽ ഞാൻ അവനോട് പറയും എല്ലാവരെയും വിഷമിപ്പിച്ചിട്ട് തെറ്റായ തീരുമാനം എടുക്കരുതെന്ന്. ഏതായാലും ഇതേ സമയം തന്നെ നമ്മുടെ നയനയും ഡോറൊക്കെ തുറന്നിങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി വരുവാണ്. മുഖത്തോട് മുഖമൊക്കെ നോക്കി കാറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞ എല്ലാവരും അന്തം വിട്ട് പോവുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ജലജയും അനാമികയും നമ്മുടെ ജാനകിയും. ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജാനകിയും അനാമികയും മുഖത്തോട് മുഖം നോക്കിയിട്ട് അയ്യോ ഇതെന്ത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.